പറഞ്ഞ പോലെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായാണ്. ഇത് നമ്മൾ ഓവണോ എഗ് ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ കപ്പ് വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഈ കപ്സ് നമുക്ക് സാധാരണ കേക്കിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭ്യമാണ്. ഇത് കുറച്ചൊരു ക്വാളിറ്റി കൂടിയതാണ്. ഇതിനും ക്വാളിറ്റി കുറഞ്ഞ ബട്ടർ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ കപ്സും ഉണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് ഇതന്നെ വെച്ചിട്ട് പിന്നെ ഇതന്നെ വേറെ ഒന്നും സപ്പോർട്ടിങ്ങിനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഒഴിച്ചിട്ട് ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. പിന്നെ ഇത് നല്ല ഒരു കട്ടിയുള്ള കപ്പാണ്. അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതിൽ ബേക്ക് ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നല്ലൊരു അട്രാക്റ്റീവായിരിക്കും ഇതിൽ ബേക്ക് ചെയ്യുമ്പോൾ. പിന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള കപ്പ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് അടിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുപോലത്തെ പേപ്പർ ഗ്ലാസ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് വേണം ബാറ്റർ ഒഴിക്കാൻ. അല്ലെങ്കിൽ ബാറ്റർ ഒഴിക്കുമ്പോൾ അത് നനഞ്ഞിട്ട് നശിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനത്തെ പേപ്പർ ഗ്ലാസ് വെക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ അര കപ്പ്, അതായത് 125 ml ഒരു കപ്പിന് ഒരു കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗർ സുർക്ക ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണം. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാവും. അപ്പോൾ നമുക്കിത് 15 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതോടെ ഇനി അതിനായിട്ട് ഒരു ബൗളെടുക്കാം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പിൽ മുക്കാലായിട്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പാണ്. അതിന് മുക്കാൽ ഭാഗമാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ സാധാരണ മെഷർമെൻ്റൊക്കെ വളരെ കൃത്യമായിരിക്കണം. അപ്പോൾ ഇതുപോലുള്ള കപ്പ് വെച്ചിട്ട് നമ്മൾ അളവുകളൊക്കെ റെഡിയാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കപ്സ് സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. എവിടെയും ഏത് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതൊന്ന് പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് തട്ടി കൊടുത്തിട്ട് വേണം എടുക്കാൻ. അതിൽ എയറൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ അത് സഹായിക്കും. ഇനി നമുക്കത് ഈ അരിപ്പയിലേക്ക് ഇടാം. കൂടെ തന്നെ 125 ml, അതായത് അര കപ്പ് കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കേക്കാണല്ലോ, അപ്പോൾ കൊക്കോ പൗഡർ നമുക്ക് കൂടുതൽ ചേർക്കണം. എങ്കിലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനോട് കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിക്കണം നല്ല ഗ്രൈൻഡറിൽ ഇട്ടിട്ട്. ഈ കപ്പിന് 1/4 കപ്പ് ആണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിക്കുമ്പോൾ 1 കപ്പ് ഉണ്ടാവും. ആ പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. എന്നാലേ ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുള്ളൂ. അപ്പോൾ നമുക്ക് 2 ബൗൾ വെച്ചിട്ട് ഒന്ന് ഈ ബൗളിൽ ആ ബൗളിലേക്കും ആ ബൗളിൽ നിന്ന് ഈ ബൗളിലേക്കും ആയിട്ട് 2-3 പ്രാവശ്യം വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ പൊടികളും എല്ലായിടത്തും യോജിച്ചിരിക്കുന്ന രീതിയിലായിട്ട് വേണം നമുക്ക് ഇതിൽ ബാക്കി ചേർക്കാൻ. ഇതിപ്പോൾ ഞാൻ 1 പ്രാവശ്യം അരിച്ചെടുത്തു. ഞാൻ 2ാമത്തെ പ്രാവശ്യം അരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒന്ന് ആഡ് ചെയ്യാൻ മറന്നുപോയി. അത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ചേർക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മാത്രം ചേർക്കുക. ഞാൻ ഇവിടെ നെസ്കഫിയുടെ കോഫി പൗഡർ ചേർക്കുന്നുണ്ട് 1 ടീസ്പൂണ്. മറ്റേ സാധാ കോഫി പൗഡർ ഉപയോഗിക്കുമ്പോൾ അതിൽ തരികളും അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ബ്രൂവിൻ്റെയും നെസ്കഫീൻ്റെ ഒക്കെ കിട്ടും. ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇതിലേക്ക് മിക്സായിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം നമുക്ക്.
ഇപ്പോൾ എല്ലാം അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കണം. നല്ല ഇളക്കി യോജിപ്പിക്കണം. ഇതിന് എഗ് ബീറ്ററൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ടാണ് നമ്മളിത് ഇളക്കി യോജിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി നല്ലപോലെ യോജിപ്പിക്കുക. നല്ലപോലെ യോജിപ്പിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് പഞ്ചസാര പൊടിച്ച അതേ ജാർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പിട്ട് മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ മുട്ട നന്നായിട്ട് പെട്ടെന്ന് പതഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു 4 മിനിറ്റ് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് വരാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് കൂടി ചേർക്കുക. ഞാൻ മുട്ടയുടെ മണക്കാകുമ്പോൾ ഫുള്ളായിട്ട് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. അത് ഇപ്പം തന്നെ ചേർക്കണം, ഈ സ്റ്റേജിൽ തന്നെ ചേർക്കണം, എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇനി ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പൊടി ഇതിലേക്ക് ബൗളിലേക്ക് ഒഴിക്കാം. ഇതിനോടൊപ്പം തന്നെ ഈ ജാറിലേക്ക് നമുക്ക് ബട്ടർ മിൽക്ക് ആഡ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്ക് ഇപ്പോൾ ആയി വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത് ബട്ടർ മിൽക്ക് ആയിട്ടുണ്ട്. നമുക്കിത് ഈ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഒരു 30 സെക്കൻഡ് അടിച്ചാൽ മതി. എന്നാൽ തന്നെ ബട്ടർ മിൽക്ക് നല്ല മിക്സായി വന്നോളും. ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് തന്നെ ഒഴിക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ്. 90 ml വെളിച്ചെണ്ണ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അളന്ന് വെച്ചതാണ്. ഇത് നമുക്കിതിലേക്ക് ഒഴിക്കാം. സാധാരണ നമ്മൾ കൊക്കോ പൗഡറും വെളിച്ചെണ്ണയും ഷുഗർ പൗഡറും കൂടി കൂട്ടിയിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ അതേ കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നത്. ഇനി വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്യുക, ബട്ടർ യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചോക്ലേറ്റിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. ഇനി ഒരു സ്പൂണോ സ്പാച്ചിലയോ വെച്ചിട്ട് ഒന്ന് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടാണ് മിക്സാക്കുക. കട്ടകളൊന്നും കുടുങ്ങാതെ മെല്ലെ 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 ഫോൾഡ് ചെയ്തിട്ട് യോജിപ്പിക്കുക. നല്ലൊരു കേക്കായിരിക്കും ഇത്. നല്ലൊരു ടേസ്റ്റുള്ള കേക്കാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം ചോക്ലേറ്റിൻ്റെ അതേ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ യോജിപ്പിക്കാനായിട്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ കപ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇതാണ് കേക്കിൻ്റെ കപ്സൊക്കെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. 7 കപ്സ് ഉണ്ട്. ഈ കപ്പിക്കുള്ള ബാറ്റർ കറക്റ്റായിരിക്കും നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ. അപ്പോൾ നമുക്കിത് ഓരോ കപ്പിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ട്രേ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. ഞാൻ അത് അലൂമിനിയത്തിൻ്റെ ഒരു ചെമ്പിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഓവണിലൊന്നുമല്ല ബേക്ക് ചെയ്യുന്നത്. അലൂമിനിയത്തിൻ്റെ ഒരു ചെമ്പ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ കാണിക്കാം. നമുക്ക് ഈ ബാറ്ററൊക്കെ ഈ ഓരോരോ കപ്സിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഞാൻ ബാറ്ററികളെല്ലാം ഈ കപ്സിലൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്പൊന്ന് തുറന്ന് നോക്കാം ചൂടായിട്ടുണ്ടോ എന്നുള്ളത്. ചെമ്പ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ട്, ഇപ്പോൾ അലുമിനിയത്തിൻ്റെ പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് 5 മിനിറ്റായി. അടിയിൽ ഉപ്പ് നിരത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റിങ്ങും വെച്ചിട്ടുണ്ട്. ആ റിങ്ങിൻ്റെ മുകളിലേക്കായി നമുക്കൊരു തട്ട് വെച്ചെടുക്കാം, ഒരു ട്രേ വെച്ചെടുക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്യാനുള്ള കപ്പുകൾ വെച്ചെടുക്കാനാണ് ഈ ട്രേ വെച്ചത്. ഇനി ഓരോരോ കപ്സായിട്ട് നമുക്ക് ഇതിലേക്ക് എടുത്ത് വെക്കാം. ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കുമ്പോഴൊന്നും സംഭവിക്കില്ല. ഈ കപ്പ് കുറച്ച് കട്ടി ഉള്ള കാരണമാണ്. അതുകൊണ്ട് നല്ല സുഖമാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മേലെ വേണമെങ്കിൽ ഒരു കനം എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അടപ്പ് നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഇനി ഒരു 30 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കേക്കൊക്കെ നന്നായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ 35 മിനിറ്റായി. കറക്റ്റ് 35 മിനിറ്റ് കറക്റ്റാണ്. അപ്പം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇതാ കറക്റ്റ് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം.
ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം എടുത്ത് മാറ്റാൻ. നല്ല ചൂടായിരിക്കും. പാത്രത്തിൻ്റെ വശങ്ങളിലൊക്കെ കൈ തട്ടാത്ത ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.